നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെക്കുറിച്ച് വിലയിരുത്തുന്ന CPM സംസ്ഥാന സമിതി യോഗമാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ആ യോഗത്തിൽ ഉയരുന്നത് മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയുമുള്ള കടുത്ത വിമർശനങ്ങൾ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ശൈലി, ഭരണത്തിലെ വീഴ്ച, കർശന നിലപാട് സ്വീകരിക്കുന്നതിൽ പാർട്ടിയുടെ തണുപ്പൻ രീതി എന്നിങ്ങനെ വിമർശനങ്ങൾ ശക്തമായി നീളുന്നു. മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മുൻപ് ചില പാർട്ടി ഘടകങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയതാണ് മുഖ്യമന്ത്രി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നതാണ് പാർട്ടിയിലടക്കം ഉന്നയിക്കപ്പെടുന്ന ആരോപണം. ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തിരിച്ചടി ആവർത്തിക്കപ്പെടുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിക്ക് എതിരെ അടക്കമുള്ളത് വ്യക്തിപരമായ വിമർശനങ്ങളല്ലെന്ന് പ്രതിനിധികൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചർച്ചകൾ നീളുന്നത്. സർക്കാരിന്റെ മുൻഗണന മാറണം. പരിമിതമായ സാമ്പത്തിക സ്ഥിതിക്കുള്ളിൽ നിന്ന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന മുൻഗണന സർക്കാരിന് ഉണ്ടാക്കേണ്ടതുണ്ടെന്ന് പാർട്ടിയിൽ തീരുമാനിച്ചു. അതില്ലാതെ ജനങ്ങൾക്ക് സർക്കാരിനോടും ഇടതുപക്ഷത്തിനോടും അഭിമുഖ്യമുണ്ടാകില്ല എന്നും പാർട്ടി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക പ്രതിസന്ധി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ മനസ്സ് മാറുകയില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത സർക്കാർ നവകേരള സദസ്സ് നടത്തിയത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നത് പാർട്ടി വിലയിരുത്തലുണ്ട്. സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ലെന്ന തോന്നൽ ജനങ്ങളിൽ നിൽക്കുമ്പോൾ കേന്ദ്രത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇഴവ് വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നത് ഗൗരവത്തോടെ തന്നെ കാണണമെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുയർന്നിട്ടുണ്ട്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കുടുംബാംഗങ്ങൾ ഇടതുപക്ഷത്താണ് ഉണ്ടായിരുന്നതെന്നും അത് ഈഴവ സമുദായത്തെ സ്വാധീനിക്കുമെന്നതാണ് ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തന്നതെന്നും നേതാക്കൾ പറഞ്ഞു. എന്തായാലും സഖാവ് പിണറായി വിജയനെതിരെ ആരൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും അതിനെയെല്ലാം എതിർത്തുകൊണ്ട് CPM നേതാക്കൾ അടക്കം മുഖ്യമന്ത്രിക്ക് ഒപ്പമായിരുന്നു നിന്നിരുന്നത്. അതേ സഖാക്കന്മാർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. നിലവിൽ AKG സെന്ററിൽ നടന്ന മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ തെറ്റ് പറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ പ്രതികരിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ മുന്നണി നേരിടേണ്ടി വന്നത് കനത്ത തോൽവി എന്ന് തന്നെയാണ് ഗോവിന്ദന്റെയും പ്രതികരണം. ഇനി പാർട്ടിക്ക് തിരികെ വരണമെങ്കിൽ ഉള്ള ഏക മാർഗമെന്ന് പറയുന്നത് തിരുത്തൽ നടപടി മാത്രമാണ് എന്നും വിലയിരുത്തലുണ്ട്. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ തയ്യാറാകുമോ എന്നത് കാത്തിരുന്നു കാണണം.